ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി, തൊടുപുഴ. ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തുന്നതിനായി പരിശുദ്ധ അമ്മ വഴി പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്ന ആലയം. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട എല്ലാ കരുണയുടെ വഴികളും ഷ്രൈനിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, ദൈവകർത്താവിന്റെ ഏറ്റം ദിവ്യയാകും ജനനീ, കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമാണ് തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ 2 പ്രധാനപ്പെട്ട തിരുനാളുകളാണുള്ളത്. ഒന്ന് ദൈവകരുണയുടെ തിരുനാളും അതുപോലെ തന്നെ പരിശുദ്ധ ദൈവകരുണയുടെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളും. ഇതിനകത്ത് ഏറ്റവും ഈ കപ്പേളയിലെ കാര്യങ്ങളിൽ ഉള്ളു ചേർത്ത് നിന്ന പല വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് സെന്റ് മേരീസ് ആശുപത്രിയിലെ ഡോക്ടർ ജോഷി. ഇങ്ങനെ ഇംഗ്ലണ്ടിലായിരുന്നു. സന്ദേശങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മാതാവ് ആവശ്യപ്പെട്ടിട്ട് അവിടുന്ന് ജോലിയെല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് വന്ന് പിന്നെ കുടുംബത്തിന്റെ കൂടെ ഈ ആത്മീയ ഈ യാത്രയിൽ വളരെ ഉള്ളു ചേർത്ത് ഒത്തിരി വില കൊടുത്ത് നടന്ന ഒരു വ്യക്തിയാണ്. എടുത്തി പറഞ്ഞാൽ ആ കപ്പേള ഇന്ന് അങ്ങനെ ആയിരിക്കുന്നതിന്റെ പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് തമ്പുരാന്റെ മുമ്പിൽ വഹിച്ച വ്യക്തിയും ഈ ഡോക്ടർ ജോഷി തന്നെയാണ്. അപ്പൊ ജോഷി എന്നോട് പങ്കുവച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് 44-ാമത്തെ പേജില് അതിങ്ങനെ ആണ്. ഞാൻ ജസ്റ്റ് അങ്ങ് വായിച്ചു പോകാം, അതായിരിക്കും എളുപ്പം. 32 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ പനിയും ചുമയുമായി തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ വന്നു. അവിടെയാണ് ഡോക്ടർ ജോലി ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില മാറ്റങ്ങൾ പരിശോധനയിൽ കണ്ടപ്പോൾ എക്സ്റേ എടുക്കുകയും ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട രക്തധമനിയായ അയോർട്ട അപകടകരമായ വിധം വികസിച്ചിരിക്കുന്നതായും കണ്ടു. കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്യു എബ്രാഹാം എക്കോ കാർഡിയോഗ്രാം ചെയ്തു നോക്കിയപ്പോൾ പൊട്ടാറാവും വിധം വികസിച്ച അയോർട്ടിക് ആർച്ച് അന്യൂറിസം എന്ന രോഗം സ്ഥിരീകരിച്ചു. രോഗിയെ എത്രയും വേഗം എമർജൻസി ഓപ്പറേഷന് വിധേയമാക്കുന്നതിന് കൂടുതൽ പരിശോധനകൾക്കായി വളരെ വേഗം തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും ചെയ്തു. ലിസി ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റോണി മാത്യുവിന്റെ കീഴിൽ അഡ്മിറ്റായ രോഗിയെ ആൻജിയോഗ്രാം, അയോർട്ടോഗ്രാം എന്നീ ടെസ്റ്റുകൾ ചെയ്ത് രോഗത്തിന്റെ യഥാർത്ഥ അവസ്ഥ നിർണയിച്ചു. രക്തധമനി ഏതു നിമിഷവും പൊട്ടി ഒരു മരണം സംഭവിക്കാതിരിക്കാൻ എത്രയും വേഗം നെഞ്ച് തുറന്ന് തകരാറിലായ രക്തധമനി മുറിച്ചു മാറ്റി അയോർട്ടിക് ആർച്ച് ഗ്രാഫ്റ്റ് ഫിറ്റ് ചെയ്യാൻ തീരുമാനമായി. ദൈവികത മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന കുടുംബം ഈ കാര്യം കപ്പേളയിൽ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് പറഞ്ഞു, ഈ കൊച്ചിലൂടെ മാതാവ് ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഉടനെ ചെയ്യേണ്ട, എല്ലാ ദിവസവും ഗ്രോട്ടോയിൽ വന്ന് 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാനും ഗ്രോട്ടോയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് 4 തലമുറയിലുള്ള പൂർവികരെ തിരികത്തിച്ച് സമർപ്പിക്കാനും ദിവസവും കരുണയുടെ ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു. ഈ കപ്പേളയിലെ മാതാവ് കരുണയുടെ ഒരു കപ്പേളയാണ്. പക്ഷെ കരുണയുടെ മാതാവായിട്ട് വന്നിട്ട് ഈ തലമുറകളുടെ വിശുദ്ധീകരണത്തെ പറ്റി മാതാവ് വളരെ ഗൗരവമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സംഭവമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് കരുണക്കൊന്ത അവിടെ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് അല്പം അതിനകത്ത് പ്രാർത്ഥന വ്യത്യാസപ്പെടുത്തിയാണ് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പൂർവികരുടെയും അപ്പന്റെ വഴിയുടെ പൂർവികരുടെയും സകല തിന്മയും പരിഹാരമായി അങ്ങനെ വത്സര സോദരൻ ഞങ്ങളുടെ രക്ഷകർത്താവുമായ അങ്ങനെ ഒരു കരുണക്കൊന്ത. പിന്നെ എൻ്റെ അമ്മ വഴിയുള്ള എല്ലാ പൂർവികരുടെയും സകല തിന്മകൾക്കും പരിഹാരമായി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കരുണക്കൊന്ത. പങ്കാളികളുള്ളവരാണെങ്കിൽ പങ്കാളിയുടെ മാതാപിതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 2-3 കരുണക്കൊന്ത പൂർവികരെ കൂടി ചേർത്ത് വെച്ച് ചൊല്ലണം. അവരത് അവിടുത്തെ കരുണക്കൊന്ത അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പൂർവികർക്കുള്ള കരുണക്കൊന്ത അതൊരു വലിയ കരുത്ത്. പ്രത്യേകിച്ച് നമുക്ക് പൂർവികരിലൂടെ വരുന്ന തിന്മയുടെ ഒഴുക്ക് തടഞ്ഞു മാറുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അത് ഇവിടുത്തെ നിങ്ങൾ ആ കപ്പേളയിൽ പോയി അവിടെ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ പുസ്തകം വായിച്ചാലും മതി.
എന്നിട്ട് അവിടെ പോയി തിരി കത്തിച്ച് നമ്മുടെ കറന്നവന്മാരെയും പൂർവ്വരെയും ഒക്കെ ഏത് നിയോഗവും കത്തിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക നിർദ്ദേശമാണ് മാതാവ് കൊടുത്തിരിക്കുന്നത്. അത് സഭ ഔദ്യോഗികമായിട്ടിത് ഈ വെളിപ്പെടുത്തലുകൾ അംഗീകരിച്ച് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ സഭ ഇത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപ്പറ്റിയുടെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് സർക്കുലേഷനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ ഈ വളരെ അർജന്റ് ആയിട്ടുള്ള ഗുരുതര രോഗാവസ്ഥ വന്നപ്പോൾ മാതാവ് പറഞ്ഞത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വരട്ടെ, ഇവിടെ വന്ന് കുറെ ദിവസം പ്രാർത്ഥിക്കുക, 1 മണിക്കൂർ പ്രാർത്ഥിക്കുക, 4 തലമുറയിലെ എല്ലാവരെയും സമർപ്പിച്ച് തിരി കത്തിച്ച് ദിവസവും കരുണയുടെ ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സന്ദേശങ്ങൾ അനുസരിച്ച് കുറെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ അസുഖമുണ്ടായിരിക്കുന്ന വ്യക്തിയുടെ പിതാവ് മരിക്കുന്നതും വളരെ സമാനമായ രോഗത്താലായിരുന്നു. നെഞ്ചിനകത്ത് ഒരു ചെറിയ അസ്വസ്ഥ ഉണ്ടാവുകയും ആശുപത്രിയിലെത്തി അല്പസമയത്തിനുള്ളിൽ ചെറിയ ശ്വാസമുട്ടലോടെ രക്തം വാർന്നു പോയ അവസ്ഥയിൽ മരിക്കുകയും ചെയ്തു. അയോർട്ടിക് അന്യൂറിസം പൊട്ടിയാൽ രോഗി മരിക്കുന്നത് ചെറിയ ശ്വാസം മുട്ടലോടും രക്തം വാർന്നു പോയ അവസ്ഥയിലുമായിരിക്കും. എന്നാൽ രക്തം ഏത് വഴിക്ക് നഷ്ടപ്പെട്ടു എന്ന തെളിവ് അവശേഷിപ്പിക്കാതെ രക്തം നെഞ്ചിനകത്ത് തളം കെട്ടുകയും അല്പം പോലും പുറത്തു വരികയും ഇല്ല. കുറെ ദിവസങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ലഭിക്കുകയും രോഗിയുടെ വല്യപ്പനും ഇതേ രോഗം മൂലമാണ് മരിച്ചതെന്ന് അന്വേഷണത്തിൽ മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ ഇത് 3ാം തലമുറയിലാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. 3 തലമുറയിലുള്ള വ്യക്തികൾക്ക് ഒരേ വിധത്തിലുള്ള രോഗമുണ്ടാവുകയും 2 തലമുറയിൽപ്പെട്ടവർ ആ രോഗത്താൽ തന്നെ മരിക്കുകയും ഈ തലമുറയിലെ വ്യക്തി രോഗിയായതിന്റെ കാരണവും ദൈവം വെളിപ്പെടുത്തി. ഗൃഹപ്രവേശന സമയത്ത് പണിക്കാരനുമായി ഉണ്ടായ വാക്ക് തർക്കത്തിൽ 4ാം തലമുറയിലുള്ള വല്യപ്പൻ പണിക്കാരനെ അടിക്കുകയും ബോധം കെട്ടു വീണ ജോലിക്കാരൻ മരിച്ചു എന്ന ധാരണയിൽ തൂമ്പായുടെ മാട് കൊണ്ട് നെഞ്ചിന് ഒരടിയും കൊടുത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു. പിന്നീടുള്ള 3 തലമുറയിൽപ്പെട്ടവർക്കും പണിക്കാരൻ അടി കൊണ്ട് മരിച്ച നെഞ്ചിന്റെ ഭാഗത്ത് തന്നെ രക്തധമനിക്ക് അസുഖം ബാധിക്കുകയും 2 പേർ മരിക്കുകയും 3ാമൻ മരണാസന്നനാവുകയും ചെയ്തു. തെറ്റ് ചെയ്തിയാൽ പാവമോചനം നേടാതെയും തെറ്റിന് പരിഹാരം ചെയ്യാതെയും വന്നപ്പോൾ ആ തെറ്റിന്റെ ദൈവനീതി പ്രകാരമുള്ള പാപകടം അടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഇത് ദൈവത്തിന്റെ ശാപമല്ല, മനുഷ്യൻ തന്നെ വരുത്തി വെക്കുന്ന പാപത്തിന്റെ പരിണിത ഫലമാണ്. ഈ കാര്യങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ മാതാവ് അനുവാദം കൊടുത്തു. രോഗിയായ വ്യക്തി ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് 4 തലമുറയിലുള്ള പൂർവ്വികരെ മുഴുവനും ഗ്രോട്ടോയിൽ സമർപ്പിക്കാനും കൊലപാതകം നടത്തിയ വ്യക്തിക്കും കൊല്ലപ്പെട്ട ജോലിക്കാരനും ഈ അസുഖം മൂലം മരണപ്പെടുന്ന വല്യപ്പന്മാർക്കും വേണ്ടി കുർബാന ചെല്ലിക്കാനും മാതാവ് നിർദ്ദേശിച്ചു. അതിനുശേഷം മദ്രാസിൽ MIOT ഹോസ്പിറ്റലിൽ ഡോക്ടർ ബാഷി ഓപ്പറേഷൻ നടത്തുകയും രോഗി ഇന്ന് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. തലമുറകൾ കടന്നു വരുന്ന പാപ സ്വാധീനങ്ങളെപ്പറ്റിയും പാപകടങ്ങളെപ്പറ്റിയും മറ്റു പലരുടെയും അനുഭവത്തിലൂടെയും മാതാവ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത് ജോഷി ഡോക്ടറെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അനുബന്ധമായ അവരുടെ വെളിപ്പെടുത്തൽ പുസ്തകത്തിലുണ്ട്. അങ്ങനെ അപ്പം ബൈബിളിലേക്ക് നമ്മൾ ഇതിപ്പം ഇന്നത്തെ ഒരു ആനുകാലിക സംഭവം മാതാവ് വെളിപ്പെടുത്തുന്നത് നമുക്ക് വേറെ കയറി നോക്കാൻ പറ്റും. പക്ഷെ ഇവരുടെ അനുഭവം കൃത്യം അത് ഡോക്ടർ ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ 3 തലമുറ ഇങ്ങനെ മരിക്കുന്നു. ഡോക്ടർ എന്ന രീതിയിലുള്ള വിദഗ്ധമായ വെളിപ്പെടുത്തൽ അതിനകത്തുണ്ട്. അങ്ങനെ അത്